ഇതേ കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള സർക്കസാണ്. ഇത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. ഇത് ആരും അനുകരിക്കരുത് കേട്ടോ, അപകടമാണ്. ലാസ്റ്റ് കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ മരങ്ങളൊക്കെ വേനൽക്കാലത്ത് ഇങ്ങനെ തന്നെയാണ്, ഇല കൊഴിഞ്ഞിങ്ങനെ നിൽക്കും. മഴക്കാലത്ത് വരണം, അപ്പോൾ ഈ മരങ്ങളൊക്കെ അതിൻ്റെ പ്രൗഢിയോടുകൂടെ തന്നെ ഇങ്ങനെ അഹങ്കാരത്തോടു കൂടെ നമ്മളെ നോക്കി ചിരിക്കും. അങ്ങനെ നമ്മൾ ടിക്കറ്റാണ്ട് എടുക്കുക. ടിക്കറ്റ് എടുത്ത് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, ഒരു മരം കൊത്തി ഇരുന്നിട്ട് ആ മരത്തിലിരുന്ന് കൊത്തുക തന്നെയാണ്. എങ്കിലും മരങ്ങളൊക്കെ നല്ല പ്രൗഢിയോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത്. മഴക്കാലത്ത് ഇതിൻ്റെ കുറേ സ്റ്റിൽ ഫോട്ടോ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ആ കിടങ്ങിനൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ടുണ്ടോ, എന്താ ഇപ്പോൾ സംഭവം എന്നറിയാം. ഇതാണ് സംഭവം. അതിൽ നിറച്ച ആമകളും മീനുമാണ്, മീനിൻ്റെ കൂട്ടങ്ങൾ, ആമയുടെ കൂട്ടങ്ങൾ. അത് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് നോക്കിയാൽ കറക്റ്റ് കാണാം. അപ്പോൾ വെള്ളം വളരെ കമ്മിയാണ് കേട്ടോ. മഴക്കാലത്ത് ഇതിൻ്റെ മുകളിലായിരിക്കും വെള്ളം. ഇതിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പച്ചപ്പൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്കൊരു 5 മണിക്ക് 4 മണിക്ക് നമ്മൾ കുടുംബസമേതം ഒരുപാട് ആളുകൾ അവിടെ വന്ന് കണ്ട് വിശ്രമിച്ച് പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, മീനും ആമയും. ഇതൊരു കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉള്ളിലോട്ട് പോകാൻ. ആരോ വന്നിട്ടേ ആ മീനുകൾക്കും ആമയ്ക്ക് എന്തോ ഒക്കെ പൊരിയോ എന്തൊക്കെ എഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവറ്റ കണ്ടോ കൂട്ടായിട്ട് ഇങ്ങോട്ട് വന്നിക്കണ്. ഇത് കാണാൻ തന്നെ രസമാട്ടോ. കണ്ടോ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവ ഒന്നിനെ ഒന്ന് ആക്രമിക്കണമൊന്നും കാണാനല്ല, പക്ഷെ നല്ല കൂട്ടം മീൻകൂട്ടമുണ്ട്, ആമക്കൂട്ടമുണ്ട്. അവ ഇങ്ങനെ ഇടപഴകി ഇങ്ങനെ ഇടയിലൂടെ ഇങ്ങനെ ജീവിക്കണമുണ്ട്, ഇങ്ങനെ നടക്കണമുണ്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞു. അവിടെ ഒരു ഹനുമാൻ കോവിലുണ്ട്. ഹനുമാൻ കോവിലും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ആളുകളുണ്ട്. ഞാൻ പോയതൊരു 3-3:30 സമയത്താണ് കേട്ടോ. അങ്ങനെയൊക്കെ അകത്തേക്ക് കയറി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒത്തുപണി ഉള്ള തൂണുകൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് നമ്മളോട് ചോദിക്കുക. അങ്ങനെ ടിക്കറ്റ് നമ്മൾ ചോദിച്ച് ആ ടിക്കറ്റ് അവർ പകുതി കീറി നമ്മളെടുത്ത് തരും. പിന്നെ നമ്മൾ അകത്തേക്ക് കിടക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കോട്ടയ്ക്ക് ഉള്ളിലിപ്പോൾ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അതാ പോണ വഴി തന്നെ കാണാൻ നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ നിന്നിങ്ങനെ അതിൻ്റെ കോട്ടയ്ക്ക് മുകളിൽ കയറാനുള്ള വഴികളൊക്കെ നോക്കുക. ഇവിടെയൊക്കെ പിന്നെ കട്ട പതിച്ചിട്ടുണ്ടാവും. കട്ട പതിച്ച് കൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുക. കുടുംബസമേതം നിങ്ങൾ വൈകുന്നേരം പോയിട്ട് ഇരുന്ന് ആസ്വദിച്ച് പോരാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ എന്താണെന്ന് അറിയോ, മഴക്കാലത്ത് പോയതൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങടെ പച്ച കളറായിരിക്കും. അത് ഞാൻ കുറേ മഴക്കാലത്ത് സെൽഫി എടുത്തിട്ടുണ്ട്. ആ സെൽഫിയുടെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേനൽക്കാലവും മഴക്കാലവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ കോട്ടയ്ക്ക് ഉള്ളിൽ കിടന്നിട്ടോ. ഇതാണ് കുളം. ടിപ്പു സുൽത്താനും ഒക്കെ കുളിച്ചിരുന്ന കുളം. പക്ഷെ മഴക്കാലത്ത് വന്നതിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും കേട്ടോ വെള്ളം. എൻ്റെ അടുത്തുണ്ട്, ഫോട്ടോ ഉണ്ട്, ഇതിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്. ഈ കാണുന്ന ഈ മൈതാനമൊക്കെ ഉണ്ടല്ലോ, അത് വെറും പച്ച പട്ട് വിരിച്ച മാതിരിയായിരിക്കും മഴക്കാലത്ത്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ പിന്നെ സ്റ്റിൽ ഫോട്ടോ ഉള്ളൂ, ഇമേജ് ഉള്ളൂ എൻ്റെ അടുത്ത്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആളുകളൊക്കെ ഉണ്ട്, കണ്ടമാനം ആളുകൾ വരുന്നുണ്ട്. ഒക്കെ കുടുംബസമേതവും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ മരത്തണലിലൊക്കെ ഇരുന്ന് കണ്ടോ, നല്ല കാറ്റ് കൊണ്ട്. പാലക്കാട് ഇപ്പോൾ ഉഷ്ണമാണ് കേട്ടോ, നല്ല ഉഷ്ണമാണ്. രാവിലെ ഉച്ചയ്ക്കൊന്നും ഇങ്ങോട്ട് വരരുതേ, പണി പാളിപ്പോവും. അതാ പഴയ നമ്മുടെ ജയില്, റവന്യൂ ഓഫീസ്, അതൊക്കെ ആ നീളത്തിലുള്ള കെട്ടിയിരുന്നത്. ഇതുണ്ട് കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച. ഇപ്പോൾ പുറത്തേക്ക് അത്ര മനോഹരമാണ്. ഞാൻ അസ്തമയ സൂര്യൻ്റെ ആ സമയത്താണ് ചെന്നത്. ആ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് എടുത്ത
കോട്ടയ്ക്കകത്തുള്ള കുളമാണ്. ഇതൊക്കെ മഴക്കാലത്ത് വന്നാണ്ടല്ലോ ഇവിടെയൊക്കെ പച്ച നിറമായിരിക്കും. കോട്ടയ്ക്ക് മുകളിലൂടെ അത് നടന്നു പോകുന്ന ആളുകൾ കണ്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് കയറാൻ പറയില്ല കേട്ടോ. കാരണം എന്താ പറയുക, കാറ്റ് വന്നാൽ അപ്പുറത്തേക്ക് പോകും. ഈ കുളമൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മൾ മഴക്കാലത്ത് വന്നതിൻ്റെ ടോപ്പിലായിരിക്കും വെള്ളം. അപ്പോൾ ഇതിൽ എത്ര ആഴം ഉണ്ടാവും എന്ന് നമ്മൾ ഇപ്പോഴേ ഇതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോയതാട്ടോ കണ്ടോ. ഇതിൻ്റെ മുകളിൽ എത്രങ്ങാനും അടി ഉയരത്തിലാണ് അപ്പോൾ ആ വെള്ളം നിൽക്കാറ്. അപ്പോൾ എത്രങ്ങാനും താഴ്ചയുള്ളൊരു കുളമാണിത്. വളരെ രസമാണ് സമയം പോകാൻ. അപകടമില്ലാതെ കുട്ടികളും ഫാമിലിയായിട്ട് ഉല്ലസിക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ ഒക്കെയുള്ളൊരു സ്ഥലമാണ്. മഴക്കാലമായാലും അവിടെ എല്ലാവരും ഉണ്ടാകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് കോളേജിലുള്ള കുട്ടികൾ അവരൊക്കെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മാറി നിന്ന് കുശലം പറയുന്നുണ്ടാവും. ഈ മരമൊക്കെ കണ്ടോ, ഈ മരം മഴക്കാലത്താണെങ്കിൽ പച്ച നിറമായിരിക്കും. ഈ ഗ്രൗണ്ടും പച്ച നിറമായിരിക്കും. ഇങ്ങനെ ഒരു മണ്ണിൻ്റെ കളറ് മഴക്കാലത്ത് ഇവിടെ കാണാനേ പറ്റില്ല, കാണാനേ കഴിയില്ല. ഇത് കണ്ടോ, വീണ്ടും കോട്ടയുടെ പകുതി വരെ കയറിയിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ളൊരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിലൂടെ കയറിയ ആ റൗണ്ട് ഉണ്ട്, റൗണ്ടിലേക്കാണ് നമ്മൾ എത്തുക. കാരണം ഈ റൗണ്ടിൽ നിന്നിട്ടാണ് ടിപ്പുവിൻ്റെ പടയാളികൾ പുറത്തുള്ള ബ്രിട്ടീഷുകാരെ അമ്പ് ചെയ്തും ഒക്കെ ചെയ്തിരുന്നത്. ഈ ഒരു ഹോളുണ്ടല്ലോ, ഈ ഹോളിലൂടെ. അപ്പം ഞാനതിൻ്റെ മുകളിൽ വെറുതെ കയറിയിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ കയറരുതേ. കാരണം എന്താ, കാറ്റ് വന്നാൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് വീഴും. വീണ് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ പറയും കൊണ്ടുപോയിക്കോളി എന്ന് പറയും. അത്രയ്ക്ക് ഡേഞ്ചറാണ്, അത്രയ്ക്ക് ഉയരത്തിലാണ് നിൽക്കുന്നത്. കണ്ട ഒരു ചെരിഞ്ഞ പ്രതലാണ് അതിൻ്റെ മുകളിലുള്ള ആ മതിൽ. അതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് കണ്ടോ, പുറത്തേക്ക് നമുക്കിങ്ങനെ നോക്കിയാൽ നല്ല സീനറിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മഴക്കാലത്ത് എന്തായിരിക്കും, മഴക്കാലത്ത് ഇതുണ്ട് ഈ കിടങ്ങുണ്ടല്ലോ ഫുള്ള് വെള്ളമായിരിക്കും. അതിൽ കൂടെ പൂക്കളും താമരയും ചെടികളും പായലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇത് അതിൻ്റെ മുകളിൽ കയറി അകത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. കോട്ടയുടെ അകത്തേക്കുള്ള വ്യൂ, വീണ്ടും പുറത്തേക്ക്. അപ്പോൾ ഞാനൊന്നിങ്ങനെ ക്യാമറയും പിടിച്ചൊന്നിങ്ങനെ കറങ്ങിയതാണ്. പക്ഷേ എൻ്റെ കാലിൽ ഞാനൊരാളോട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഥവാ പോയാൽ താഴെ പോകല്ലോ. കണ്ടോ, അവനെ ഞാൻ ഇടയ്ക്ക് നോക്കുക, പിടുത്തം മുറുകുമ്പോഴേ. ഇനി ഇവിടുന്ന് ഈ കാണുന്നുണ്ടോ, കഴിഞ്ഞ മഴക്കാലത്തേ ഞാൻ വന്ന് സെൽഫി എടുത്ത് പോയ കോട്ട തന്നെയാണിത്. അപ്പോൾ കണ്ടോ, അതൊക്കെ ഇതിൻ്റെ പുറവും അകവും ഒക്കെ പച്ചപ്പ് നിറഞ്ഞ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.